നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് നാം എല്ലാവരുമായിരിക്കുകയാണ്. ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു ഉയർപ്പ് പെരുന്നാൾ കൂടി ആഘോഷിക്കുവാനും ഈ പുതിയ ജീവന്റെ സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും നമ്മെ അനുവദിച്ച ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്ക് അവനെ സ്തുതിക്കാം. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഒരു വചനഭാഗം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 13 മുതൽ 35 വരെയുള്ള വചനഭാഗമാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ടത്. ഇവിടെ ഒരു യാത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ യാത്ര യെരൂശലേമിൽ നിന്ന് എമാവൂസിലേക്കുള്ള കർത്താവിൻ്റെ 2 ശിഷ്യന്മാരുടെ യാത്രയാണ്. ഈ യാത്രയിൽ അവർ നിരാശരാണ്, അവർ തളർന്നിരിക്കുന്നു, അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അനുഭവമാണ് അവരുടെ മനസ്സിലുള്ളത്. അവരെല്ലാത്തിനെ കുറിച്ചും അത്ഭുതപ്പെട്ട് ഇരിക്കുകയാണ്. എന്താണ് ഈ യാത്രയുടെ പ്രത്യേകത? ഈ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ കൂടിയിട്ട് വർഷങ്ങളായി. യേശുവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ അവർക്ക് കൂടുതൽ ജീവനും ശക്തിയും പകരുന്നതായിരുന്നു. ഇടയ്ക്കൊക്കെ യേശു തമ്പുരാൻ പറയാറുണ്ട്, ഞാൻ രാജ്യം സ്ഥാപിക്കാനായിട്ട് വന്നതാണ് എന്നൊക്കെ തൻ്റെ പ്രസംഗങ്ങളിലുടനീളം താൻ പ്രഖ്യാപിക്കാറുണ്ട്. യേശുവിൻ്റെ പ്രവർത്തനത്തെ ഈ 2 ശിഷ്യന്മാരും വീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഈ യേശുവിന് രാജ്യം സ്ഥാപിക്കുവാനായിട്ട് കഴിയും, രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനായിട്ട് കഴിയും. കാരണം ജനം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ വന്നു തുടങ്ങിയിരിക്കുന്നു. യേശു ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് കയറി നിന്നാൽ 10,000-കണക്കിന് ആളുകളാണ് യേശുവിനെ അനുഗമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജനത്തിൻ്റെ ഒരു പിൻബലം യേശുവിനുണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഭരണാധികാരികളെയും ഭരണക്രമത്തെയും എല്ലാം അട്ടിമറിച്ച് അധികം വൈകാതെ തന്നെ യേശുവിന് രാജ്യം സ്ഥാപിക്കുവാനായിട്ടും ഭരണത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടും കഴിയും. പ്രത്യേകിച്ച് ഇവൻ അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഇവന്റെ കയ്യിലുള്ള ഈ ചെപ്പടി വിദ്യകളൊക്കെ ഉപയോഗിച്ച് ഇപ്പോഴുള്ള ഭരണാധികാരികളെ വട്ടം കറക്കി അവരെ പുറത്താക്കിയിട്ട് വളരെ എളുപ്പത്തിൽ രാജ്യത്തിന്റെ നേതൃസ്ഥാനത്ത് കടന്നു വരാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാർ യേശുവിന്റെ രാജ്യസ്ഥാപനത്തെക്കുറിച്ച് കരുതിയിരുന്നത് ഈ തരത്തിലാണ്. തൻ്റെ അത്ഭുത പ്രവർത്തികളിലൂടെ ജനത്തെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് തൻ്റെ ചെപ്പടി വിദ്യകളിലൂടെ രാജ്യം സ്ഥാപിച്ചെടുക്കുന്ന ഈ ലോകത്തിന്റെ പുതിയ ഭരണാധികാരിയായി മാറുന്ന നീതിയും സമാധാനവും സന്തോഷവും ജനങ്ങളിൽ നിലനിർത്തുന്ന ഒരു രക്ഷകൻ, അത്തരത്തിലൊരു രക്ഷകനെയാണ് ജനം പ്രതീക്ഷിച്ചിരുന്നത്. തൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പോലും പ്രതീക്ഷിച്ചത്. എന്നാൽ അവരുടെ പ്രതീക്ഷകളിൽ നിന്നെല്ലാം വിരുദ്ധമായതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. താൻ കുരിശെടുക്കുമ്പോഴും കുരിശെടുത്തുകൊണ്ട് കാൽവറി മലയിലേക്ക് നീങ്ങുമ്പോഴും കുരിശിൽ ആണികൾ അടിച്ച് കുരിശിൽ കയറി ആ കുരിശിൽ തൂക്കപ്പെട്ട് നിൽക്കുമ്പോഴും എല്ലാം ഇവരുടെ ഉള്ളിൽ ചില പ്രതീക്ഷകൾ ബാക്കിയുണ്ടായിരുന്നു. അവൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരുമെന്ന്. ഒരുപക്ഷെ അവിടെയായിരിക്കും അവൻ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ഈ അപ്പോസ്തലന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷയും പ്രത്യാശയും. പക്ഷേ ഈ പ്രതീക്ഷകളെ ഈ പ്രത്യാശകളെ എല്ലാം തകർത്തുകൊണ്ട് അവൻ മരണപ്പെട്ടു, അവൻ അടക്കപ്പെട്ടു. അടക്കി യഹൂദന്മാര് അവന്റെ കല്ലറ പൂട്ടി മുദ്ര വെച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ കേൾക്കുന്നു, അവന്റെ കല്ലറയ്ക്കൽ സ്ത്രീകൾ ചെന്ന് നോക്കിയപ്പോൾ ആ കല്ലറയുടെ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു, അവന്റെ ശരീരം പോലും അവിടെയില്ല. ആ ശരീരം പോലും യഹൂദന്മാരെടുത്ത് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇതാ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു വീഴുന്നു. ചീട്ടുകൊട്ടാരം പോലെ അവരുടെ പ്രതീക്ഷകൾ തകർന്നു വീഴുന്നു. ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ തകർന്നു പോയപ്പോൾ അവരുടെ ഉള്ളിലുള്ള വിശ്വാസവും അവരുടെ ഉള്ളിലുള്ള ദൈവബന്ധവും എല്ലാം മറന്നുപോയി, വിട്ടുപോയി. അവർ വീണ്ടും എമാവൂസിലേക്ക് മടങ്ങി പോവുകയാണ്. ഇവർ എമാവൂസുകാരായിരുന്നു ഒരിക്കൽ, പക്ഷേ ആ എമാവൂസിൽ നിന്ന് യെരൂശലേമിലേക്ക് കടന്നു വന്നവരാണ്. എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം തകർന്ന നിമിഷങ്ങളിൽ അവർ വീണ്ടും മടങ്ങി പോവുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതത്തിന്റെയും അവസ്ഥ എന്ന് പരിശോധിക്കുക. ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാവുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു.
പക്ഷേ അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നില്ല, അത് നിങ്ങളുടെ പദ്ധതികളായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളിൽ നിറവേറുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണെന്ന് നിങ്ങൾ കരുതി. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ആ ഒരു ദൈവിക ബന്ധത്തിൽ നിന്ന് പോലും നിങ്ങൾ അകന്നു പോയി. ഈ എമാവൂസിലേക്കുള്ള യാത്ര അത് ഈ 2 ശിഷ്യന്മാരുടെ യാത്രയല്ല, മറിച്ച് എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അത് നിങ്ങളുടെ യാത്രയാണ്. മടങ്ങിപ്പോവുകയാണ്. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല ദൈവം പ്രവർത്തിച്ചത്. ഇപ്പോഴുള്ള രോഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവേല ചെയ്യാൻ തടസ്സം. ആ രോഗം മാറ്റിക്കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയും കാലം ആ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആ രോഗം നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അത് ഇപ്പോഴും നിങ്ങളിൽ തന്നെ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നോർത്ത് ഈ മടക്കയാത്രയിലാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക. സാമ്പത്തികമായ ചില പ്രതിസന്ധിയുടെ അവസ്ഥയിൽ വളരെ നാളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചില വിടുതലിന് വേണ്ടി, മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ മോചനം ലഭിക്കുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച അത്ഭുതങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ യേശുവിൽ നിന്ന് അകന്നിരിക്കുന്നു. ഇവിടെ യേശു നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മടങ്ങി നിങ്ങളുടെ പഴയ അവസ്ഥകളിലേക്ക് പോയിരിക്കുകയാണ്. ഒരിക്കൽ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നവരായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് കൊണ്ട് ഈ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങിപ്പോയിരിക്കുകയാണ്. നിങ്ങൾ നിരാശരാണ്, നിങ്ങൾ തളർന്നിരിക്കുന്നു. ഈ അപ്പോസ്തലന്മാരെ പോലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. ഇനി എന്താണ്, ഇനി എങ്ങോട്ടാണ് എന്ന് പോലും അറിയാതെ ജീവിതത്തിന്റെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇതാ അങ്ങനെ നിരാശപ്പെട്ട് തകർന്നു പോകുന്ന അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് യേശു തമ്പുരാൻ കടന്നു വരികയാണ്, ഒരു വഴിയാത്രക്കാരനെ പോലെ. ഇതാ ഈ ദിവസം യേശു തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലും ഭാവത്തിലും. അപ്പോസ്തലന്മാർ ഈ യേശുവിനെ പ്രതീക്ഷിക്കുന്ന ഒരുപക്ഷെ തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അത്ഭുതവാനായ യേശുവായിട്ടായിരിക്കാം, ഒരു ദൈവമായ യേശുവായിട്ടായിരിക്കാം. പക്ഷെ യേശു തമ്പുരാൻ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, ഒരു വഴിയാത്രക്കാരനെ പോലെ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തില് യേശു തമ്പുരാൻ ഇതുപോലെ പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, ഒരു വഴിയാത്രക്കാരനെ പോലെ. അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും. ചിലപ്പോൾ നിങ്ങളുടെ മക്കളിൽ നിന്നായിരിക്കാം. അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ ഒട്ടും വില കൊടുക്കുന്നുണ്ടാവുകയില്ല. പക്ഷെ അവരിലൂടെ ആയിരിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ള സഹോദരനിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന വ്യക്തിയിലൂടെ ആയിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സഹോദരങ്ങളെ, അതുകൊണ്ട് കടന്നു വരുന്ന കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ജീവിതത്തിൽ കടന്നു വരുന്ന ദൈവിക സന്ദേശങ്ങൾ ദൈവത്തിന്റെ പദ്ധതികളായിട്ട് തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനുമായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. ഒരു വഴിയാത്രക്കാരനെ പോലെ യേശു തമ്പുരാൻ അവരുടെ കൂടെ വരുമ്പോൾ വചനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് അവൻ തന്നെ നിരോധിച്ചിരുന്നു എന്ന്. ഈ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവിടെ കൂടിയിരുന്ന 2 ശിഷ്യന്മാരുടെ കണ്ണുകള് യേശു തന്നെ നിരോധിച്ചിരുന്നു. എന്നിട്ട് യേശു തമ്പുരാൻ അവരോട് ചോദിക്കുകയാണ്, മക്കളെ, എന്തിനെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ട് പോകുന്നത്? ഇത് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ യേശു അവരോട് അത് ചോദിച്ചത്? യേശുവിനറിയാം എന്തിനു വേണ്ടിയിട്ടാണ് അവർ സങ്കടപ്പെടുന്നതെന്ന്. യേശുവിനറിയാം അവരുടെ നിരാശ എന്താണെന്ന്. യേശുവിനറിയാം അവരാരായിരുന്നു, അവരെന്തായിരുന്നു, അവർ ഇപ്പോൾ അവരുടെ യാത്ര എങ്ങോട്ടാണ് എന്നുള്ളതും യേശുവിന് വ്യക്തമായിട്ടറിയാം. അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നിട്ടും താൻ വീണ്ടും അവരോട് ചോദിക്കുകയാണ്, മക്കളെ, എന്തിനെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് എന്ന്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇതുപോലെ സംസാരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനറിയാം, നിങ്ങളുടെ രോഗങ്ങൾ കർത്താവിനറിയാം, നിങ്ങളുടെ നിരാശ കർത്താവിനറിയാം, നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥകളെല്ലാം കർത്താവ്